സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 43, 18, 19 തിരുവചനങ്ങൾ. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43 അധ്യായം 18, 19 തിരുവചനങ്ങളിൽ പഴയ കാര്യങ്ങളെ, അഥവാ പണ്ട് അനുഭവിച്ച വേദനിപ്പിക്കുന്ന പലവിധ സംഭവങ്ങളെ, നാം അനുഭവിച്ച ദുഃഖങ്ങളെ, കഷ്ടങ്ങളെ, ശോധനകളെ, പരീക്ഷകളെ, ഇതെല്ലാം ചേർത്ത് ഇവിടെ പറയുകയാണ്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട എന്ന്. പലപ്പോഴും നാം പണ്ട് അനുഭവിച്ച കഷ്ടങ്ങൾ, വേദനകൾ, പരീക്ഷകൾ, ദാരിദ്ര്യങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, മറ്റു പലവിധ പ്രതിസന്ധികൾ, ഇതെല്ലാം ഓർത്തോർത്ത് പലപ്പോഴും നാം നെടുവേർപ്പെടാറുണ്ട്. ഇവിടെ യെശയ്യാ പ്രവാചകൻ വഴി ദൈവം അത് വിലക്കുകയാണ്. ദൈവം പറയുകയാണ്, നിങ്ങളുടെ പണ്ടനുഭവിച്ച ആ തരത്തിലുള്ള പരീക്ഷകൾ, അതിനെ ഓർത്ത് നെടുവേർപ്പെടേണ്ട. പകരം എന്ത് ചെയ്യണമെന്നുകൂടെ ദൈവം ഇവിടെ പറയുകയാണ്. ഇതാ, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ദൈവം പ്രവർത്തിക്കുന്ന പുതിയ ആ തലത്തിലേക്ക് നാം നമ്മുടെ ഹൃദയദൃഷ്ടിയെ തുറക്കുവാനാണ് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നത്. ഇതാ, ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവം പറയുകയാണ്, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ദൈവം എപ്പോഴും പ്രവർത്തിക്കുവാൻ സദാസന്നദ്ധനാണ്. നാം ദൈവത്തെ ശ്രവിക്കുമെങ്കിൽ, നാം ദൈവത്തെ അനുവദിക്കുമെങ്കിൽ, നാം ദൈവത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ എപ്പോഴും ഒരുക്കമാണ്. നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ, ആ വെല്ലുവിളികൾക്ക് ഒരു പുതിയ വീക്ഷണം നൽകുവാൻ ഇപ്പോൾ ഉത്ഭവിക്കുന്ന ദൈവപ്രവൃത്തിക്ക് കഴിയും. നാം ദൈവത്തെ അന്വേഷിക്കുകയും, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും, നാം ദൈവത്തെ വിശ്വസിക്കുകയും, നാം ദൈവത്തിൽ ആശ്രയിക്കുകയും, നാം ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കുകയും ചെയ്യണം എന്ന് മാത്രം. ദൈവം ഇസ്രായേൽ ജനത്തിന് പുത്തൻ പ്രതീക്ഷ നൽകി. അവർ അടിമത്തത്തിലായിരിക്കുമ്പോഴാണ് ഒരു പുതിയ പ്രതീക്ഷ നൽകുവാനിടയായത്. നിങ്ങൾ പാലും തേനും ഒഴുകുന്ന ഒരു പ്രദേശത്തേക്ക് പോവുകയാണ്. ഈ ദേശം, അഥവാ പാലും തേനും ഒഴുകുന്ന ദേശം, വാഗ്ദത്ത ദേശം, കനാൻ ദേശം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ഇത് ഇസ്രായേൽ ജനത്തിന് ഒരു പുത്തൻ പ്രതീക്ഷയാണ് നൽകിയത്. അവർ ആയിരുന്ന അടിമത്തം, അവരായിരുന്ന ആ അടിമപ്പണി ചെയ്തുകൊണ്ടുള്ള കഷ്ടത, ഇതെല്ലാം മറക്കുവാൻ
ദൈവം നൽകിയ പുത്തൻ പ്രതീക്ഷ കാരണമായി തീർന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ഓരോ ദിവസവും അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നൽകുന്നത് പുതിയ പ്രതീക്ഷയാണ്. മുമ്പുള്ളവയെ മറക്കുവാനും പുതിയതൊന്നിനായി പ്രതീക്ഷയോടെ മുന്നേറുവാനും ഈ തിരുവചനങ്ങൾ മുഖാന്തരമാകട്ടെ. ആമേൻ. Bless the Lord, oh my soul, oh my soul, worship His holy name. Sing like never before, oh my soul, I'll worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, worship His holy name. Sing like never before, oh my soul, I worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness I will keep on singing. 10,000 reasons for my heart to